അഡ്വക്കേറ്റ് LG ലിജീഷ്, ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷത്തിന്, യൂത്ത് കോൺഗ്രസ്സിന്, KSUക്കാർക്ക് ഒക്കെ പുനരുജ്ജീവനം ഉണ്ടാക്കിക്കൊടുത്ത ഒരു പരിപാടിയായി ഈ ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോൾ നവകേരള സദസ്സ് മാറിയോ? ഡോക്ടർ ലാൽ, ഇപ്പോൾ നവകേരള മാർച്ച് നവംബർ 18 ആരംഭിച്ച് ഇപ്പോൾ ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളത്തോടുകൂടെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മാറ്റിവെച്ച 2 മാത്രമാണ് ഉള്ളത്, 2 ദിവസത്തെ മാറ്റിവെച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നവകേരള മാർച്ച് പ്രഖ്യാപിച്ച അന്നു മുതൽ ഈ ദിവസം വരെയുള്ള UDFൻ്റെ തിരക്കഥകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്? എവിടെയാണ് ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിൽ ഏറ്റവും ആദ്യം UDF ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം UDF ഭരിക്കുന്ന പഞ്ചായത്തുകളും അതുമായി ബന്ധപ്പെട്ടവരൊന്നും ഫണ്ട് കൊടുക്കരുത്, ഇതിന് പ്രതിസന്ധി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ബസ് വിവാദം ഉണ്ടാക്കി. ഇത് ഏറ്റവും വലിയ ധൂർത്താണെന്ന് വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്തി. ജനസമ്പർക്ക പരിപാടി നടത്തിയതുപോലെയാണ് ഇപ്പോൾ അത് നവകേരള സദസ്സ് എന്ന നിലയിലേക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഒരു പ്രഖ്യാപനവും പ്രചരണവും ഇവർ നടത്തി. ഇതൊരു രാഷ്ട്രീയ പ്രചരണമാണ് എന്ന് വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചു. പരാതിയൊന്നും പരിഹരിക്കാൻ പോകുന്നില്ലെന്നും അതിനുള്ള സംവിധാനമൊന്നുമില്ലെന്നും ഇവർ പ്രഖ്യാപിച്ചു. ഭരണസ്തംഭനമാണ്, മന്ത്രിമാർ മുഴുവൻ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന ഭരണസ്തംഭനമാണെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവരുടെ തിരക്കഥ വിജയിച്ചായിട്ട് കാണാൻ വേണ്ടി കഴിയുമോ? ഇവിടെ കുറേ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് തെറ്റായ അപവാദ പ്രചരണങ്ങൾ മുഴുവൻ നടത്തിയിട്ടും ഈ നവകേരള മാർച്ചിൻ്റെ ബഹുജന പങ്കാളിത്തം നോക്ക്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബഹുജനങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞതായി ഈ പറയുന്ന ഇവരോട് കൂടെ നിൽക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കെങ്കിലും പറയാൻ കഴിയുമോ? അവരെല്ലാം ഇതിനു കൂടെ ഇല്ലേ? അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ട് ഇന്ത്യക്കകത്ത് ശ്രദ്ധേയമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിനകത്തെ LDFൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിലെല്ലാം ഇതിനെതിരെ അപവാദ പ്രചരണം നടത്തി കുറേയേറെ മുമ്പോട്ട് പോയി, അത് യേശുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ പിന്നീട് കരിങ്കൊടിയും മറ്റ് വിഷയങ്ങളുമായി ഏറ്റെടുക്കുകയും, കരിങ്കൊടി കാണിക്കുന്നതിനൊന്നും ആരും എതിരൊന്നുമല്ല, അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിലൊന്നും ആരും എതിർത്തൊന്നും പറയുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിനും മന്ത്രിമാർ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് കയറി ആക്രമണം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക, ഷൂ എറിയുക, അതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, അതെല്ലാം ജനങ്ങൾ തള്ളി, ഇതൊന്നും ആരും വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ കലാപത്തിലേക്ക് നീങ്ങുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള വ്യഥാപരിശ്രമം അവർ നടത്തുകയാണ്. ഇതുവരെയുള്ള എല്ലാം തന്നെ തകർന്നടിഞ്ഞിട്ടും ഈ പരീക്ഷണം കൂടി നടത്തി നോക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള 2-3 ദിവസങ്ങളിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ആക്രമണമാണ് അവർ നടത്തിയിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസും അതുപോലെ ഈ പറയുന്ന KSUവും അവർക്ക് എന്താണ് രാഷ്ട്രീയ മുദ്രാവാക്യം വെക്കുന്നതെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. നേരത്തെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ച പോലെ KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. എന്തെല്ലാം വിവിധങ്ങളായ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിനകത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം, കാലിക്കറ്റും കേരളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കകത്തെല്ലാം KSU എവിടെയാണുള്ളത്? ഇന്നിപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത, ഇപ്പോൾ ഈ പറയുന്ന ഗവർണർ നോമിനേറ്റ് ചെയ്ത BJP അംഗങ്ങളെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് UDFൻ്റെ സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ചാൻസലർക്ക് പരാതി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഇവരും BJPയും കൂട്ടുകൂടി ഈ സംവിധാനത്തിലേക്ക്, അരാജകത്വത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ പോലീസ് ചെയ്ത് നിങ്ങൾ നോക്കൂ, പോലീസ് വലിയ ആക്രമണം നടത്തിയെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ അംഗം പറയുന്നത്. UDFൻ്റെ ഭരണകാലത്തൊക്കെ എന്തൊക്കെയായിരുന്നു സ്ഥിതി? ഇതൊക്കെ ആളുകൾ മറന്നുപോയി എന്ന് വിചാരിക്കരുത്. വെടിവെപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് കേരളത്തിനകത്ത്. ഈ പറയുന്ന കോഴിക്കോട് വെച്ച് വെസ്റ്റ് ഹില്ലാണ് വെടിവെപ്പ് നടത്തിയത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ജനനേന്ദ്രിയെ തകർത്ത എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടികൾക്കെതിരെയുള്ള ഭീകരവാക്കാൻ ലാത്തിച്ചാർജും അതുപോലുള്ള ആക്രമണം നടത്തിയില്ലേ? ഇപ്പോൾ പറയുന്ന പോലീസ് അത്തരത്തിലുള്ള ഇവരെന്തെല്ലാം ചെയ്തു? ഇപ്പോൾ പട്ടിക, ഈ പറയുന്ന കമ്പിവടി കയറ്റി പട്ടി കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. മുട്ടയിൽ ഇതുപോലെ തന്നെ കോട്ടിയും അതുപോലെ മുളക് പൊടിയും കയറ്റി പോലീസിനെതിരെ ആക്രമണം നടത്തി. ഇങ്ങനെ പോലീസിനെ പ്രകോപിപ്പിക്കാനാവുന്ന വിധം എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിനകത്ത് മന്ത്രിമാർ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് ഒരു ഹർത്താൽ സംവിധാനം ഉണ്ടാക്കി നവകേരള സദസ്സിനെ മങ്ങലേൽപ്പിക്കാൻ കഴിയുമെന്ന് പരീക്ഷണം നടത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരള ജനത തിരസ്കരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് യഥാർത്ഥത്തിൽ UDFന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. യൂത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് നവകേരള സദസ്സിനെ അലങ്കോലമാക്കുക എന്നുള്ള മാത്രമല്ല അവരുടെ ലക്ഷ്യം. ഇപ്പോൾ വ്യാജ പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അയാൾ യൂത്ത് കോൺഗ്രസിൽ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നേരിടുകയാണ്. അതെല്ലാം മറച്ചുവെക്കാൻ കൂടി ഈ പറയുന്ന നവകേരള സദസ്സിനെ ഉപയോഗിക്കാൻ കഴിയുമോ ആക്രമണം നടത്തി എന്നാണ് ഇവർ
കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊന്നും കേരള ജനത അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അതാണ് ഈ പറയുന്ന 18 മുതൽ ഈ പറഞ്ഞ 23 വരെയുള്ള ദിവസങ്ങൾക്കകത്ത് കേരളത്തിനകത്ത് കണ്ടിട്ടുള്ള അഭൂതപൂർവമായ ലിജീഷ്, ഈ യാത്ര ഇപ്പോൾ തിരുവനന്തപുരത്ത് നാളെ അവസാനിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോഴേക്ക് ഞാൻ നേരത്തെ ശ്രീ ജേക്കബ് ജോർജുമായി സംസാരിച്ചതും അതുതന്നെയാണല്ലോ, ഈ രാഷ്ട്രീയ കളം ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. അത് LDF അല്ലാതെ കേരളത്തിൽ ഇനിയൊരു രാഷ്ട്രീയ മുന്നണിക്കോ കക്ഷിക്കോ, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നിറം എന്താണെന്നുള്ളത് പുറത്തേക്ക് വിളിച്ചറിയിച്ചിരിക്കുന്നു. അതിന് BJPയിൽ നിന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യത്യാസമില്ലാത്ത ഒരു പാർട്ടിയായി മാറുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഇത് ജനങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പ്രസക്തി എന്നുള്ളത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ ജനങ്ങളുടെ ബാഹുല്യം, ജനലക്ഷങ്ങൾ ഇങ്ങനെ നിങ്ങളിലേക്ക് കൂടിക്കൂടി വന്നത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? അതെ, തീർച്ചയായും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ആക്രമണം നടത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുന്ന UDF ആണോ? UDFിനകത്ത് ഏത് കക്ഷികളാണ് സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് കോൺഗ്രസും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും KSU അല്ലാതെ അതിനോളം ഏതാണ്ട് വലുപ്പമുള്ള അതിനകത്തെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ മറ്റ് ഈ ജനാധിപത്യ കക്ഷികളും അതിനകത്തുണ്ട് UDFിനകത്ത്. ആരെങ്കിലും ഇതുമായി തെരുവിൽ സമരവും പ്രതിഷേധവുമായി എവിടെയെങ്കിലും അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? എത്ര ദിവസങ്ങളായി നവകേരള സദസ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ട്? ഇപ്പോൾ കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമാണ് സമരരംഗത്തുള്ളത്. അവരുടെ കൂടെ BJP ആണ് ചേരുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലക്കകത്ത് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിനൊപ്പം BJPയും ഈ പറയുന്ന യുവമോർച്ചക്കാരും RSSകാരുമാണ്. ഈ കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ നിരവധിയായ മറ്റ് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിനകത്തൊന്നും കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രസംഗത്തിൽ അവസാനിപ്പിച്ചതുപോലെ നവകേരള സദസ്സ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നവകേരള സദസ്സ് വന്നിരുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നമുക്ക് ന്യായമായും കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ UDFും ഈ പറയുന്ന അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും തയ്യാറാവാത്തത്? നവകേരള സദസ്സ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായിട്ടല്ലല്ലോ തീരുമാനിച്ചത്. അത് നമ്മുടെ കേരളത്തിനകത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങി കൂടുതൽ അവരിൽ നിന്ന് അവരുടെ പ്രയാസങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും കേന്ദ്ര സർക്കാർ തുടർന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരായി പോരാട്ടത്തിൻ്റെ പാത തുറക്കാനുമല്ലേ തീരുമാനിച്ചത്. അതിനകത്ത് ഒപ്പം നിൽക്കാതെ BJPക്കൊപ്പം നിൽക്കുകയല്ലേ ഇപ്പോൾ കേരളത്തിനകത്തെ കോൺഗ്രസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് അവർ ഓരോ സ്ഥലത്തും ചെയ്തിട്ടുള്ളത്. BJPയും RSSും എവിടെയെല്ലാം മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് RSSും BJPക്ക് സഹകരിച്ച് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് കേരളത്തിൽ നടത്തുന്നത്. BJPയുമായി സഹകരിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ശരി, ഞാൻ